നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു SCRT സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു വരുവാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ എത്തി നിൽക്കുവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഭാഗം 1 പാർട്ട് 1 ചാപ്റ്റർ 7 ആയിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കൃഷിയെക്കുറിച്ച് നമ്മൾ 6ാം ക്ലാസ് പഠിച്ചപ്പോഴും 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നോക്കിയപ്പോഴും എല്ലാം കൃഷിയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ കൃഷി വന്ന രീതി എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ അവിടെ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് കൃഷി വന്നത്, കൃഷിയിൽ നിന്നും വ്യവസായത്തിലോട്ട് എത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കണ്ടതാണ്. ഈ ഒരു പാഠഭാഗത്തിൽ നോക്കുന്നത് വിവിധ തരത്തിലുള്ള കൃഷി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ MS സ്വാമിനാഥൻ അല്ലേ, ഭക്ഷ്യോൽപാദനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ PSCയിൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് MS സ്വാമിനാഥനെ കുറിച്ചുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള പദ്ധതികളെ കുറിച്ച് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. സോ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്നുള്ളൊരു പാഠഭാഗം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് തന്നെ പോകാം. ആദ്യം നമ്മുടെ ഈ ക്ലാസ്സിൽ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷിയെക്കുറിച്ചാണ്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിട്ടുണ്ട്. വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യർ അവലംബിച്ച കൃഷി രീതികൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ഉപജീവനത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യോൽപാദനങ്ങളാണ് ആദ്യം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് എങ്ങോട്ടേക്ക് മാറി? കമ്പോള വ്യവസ്ഥയിലോട്ട് മാറി. അതായത് നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ടുമുള്ള അധിക ഭക്ഷണം എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? നമ്മൾ മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അത് ആദ്യം ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, പിന്നീട് അത് പണം, നാണയം എന്നുള്ള രീതിയിലോട്ട് മാറി. അത് പിന്നീട് ഒരു കമ്പോള വ്യവസ്ഥയിലോട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃഷിരീതിയെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വിവിധ തരത്തിലുള്ള കൃഷികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. കൃഷിയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCയിലാണ് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത്. മെസൊപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. സോ ഇവിടെ എന്താ പറയുന്നത്? കൃഷിയുടെ ഒരു ഉത്ഭവത്തെ പറ്റിയാണ്. കൃഷി ആദ്യമായിട്ട് വന്ന ഒരു കാലഘട്ടം എന്നായിരുന്നു എന്നാ പറയുന്നത്? 7000 BC ഏതാണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ടല്ല. ഏതാണ്ട് 7000 BCയിലാണ് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴാണടാ? 7000 BCയിലാണ് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത്. മെസൊപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിലായിട്ട് മനുഷ്യർ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. നമ്മുടെ സിന്ധു നദീതട നാഗരികതയോട് ചേർന്ന് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഏത് BC ആണ്? 3000 BCയിലാണ് സിന്ധു നദീതട നാഗരികതയോട് ചേർന്ന് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഏതാണ്ട് 3000 BCയിലാണ്. നമ്മുടെ ഇരട്ട നഗരങ്ങളായിട്ടുള്ള മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ഏതൊക്കെയാണ് ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത്? ഏതാണ് ഇരട്ട നഗരങ്ങൾ? മോഹൻജദാരോയും ഹാരപ്പയിലുമാണ്. ഏതൊക്കെ കൃഷി ചെയ്തിരുന്നത്? ഗോതമ്പും അതുപോലെ തന്നെ ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ
കൃഷി ചെയ്തിരുന്നത്. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് കൃഷി ആരംഭിച്ചത് എന്നുകൂടി ഓർക്കുക ഇവിടെ. അപ്പോൾ മോഹൻജദാരോയിലും ഹാരപ്പയിലും തുടങ്ങിയ കൃഷി ഏതിൻ്റെ ആയിരുന്നു? ഗോതമ്പും ബാർലിയൊക്കെ ആയിരുന്നു. ഏതാണ്ട് 3000 BC-യിലാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. അത് എങ്ങനെയുള്ള സിന്ധു നദീതട നാഗരികതയോട് ചേർന്നുള്ള ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് 3000 BC-യിലായിരുന്നു. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കിക്കേ, വിവിധ തരത്തിലുള്ള കൃഷികളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിവിധ തരത്തിലുള്ള കൃഷി എന്ന് പറയുമ്പോൾ ഉപജീവന കൃഷിയുണ്ട്, അതുപോലെ തന്നെ സമ്മിശ്ര കൃഷിയുണ്ട്, തോട്ടവിള കൃഷിയുണ്ട്, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവ എന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം നോക്കിക്കേ, ഉപജീവന കൃഷി. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കൃഷി അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, നമുക്ക് സ്വയമേ നമുക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. നോക്കിക്കേ, കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കൃഷിരീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ലാഭം നേടുക എന്നത് ഈ കൃഷിരീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പം എന്താ ഉപജീവന കൃഷി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ അല്ലെങ്കിൽ കർഷകരുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാനായിട്ട് ഒരു മനുഷ്യനും പറ്റില്ല അല്ലേ. അപ്പൊ ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഏത് കൃഷി രീതി എന്ന് പറയുന്നത്? ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കൃഷി രീതിയാണ് ഉപജീവന കൃഷി രീതി എന്ന് പറയുന്നത്. ഇവിടെ എന്തിന് പ്രാധാന്യമില്ല? ലാഭം ഇവിടുത്തെ ഒരു പ്രാഥമിക ലക്ഷ്യമേ അല്ല. അപ്പൊ ഇത് ഓർക്കുക, ഇവിടെ ലാഭം എന്ന് പറയുന്നത് പ്രാഥമിക ലക്ഷ്യമേ അല്ല എന്നത് കൂടി ഓർക്കുക. ഉപജീവന കൃഷിയിൽ ലാഭം പ്രാഥമിക ലക്ഷ്യമല്ല. ഉപജീവനത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇനി അധികം വന്നിട്ടുള്ള ഭക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നു, മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഫുഡ് മാത്രമല്ല ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ടത്, പണവും ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അധികം വന്ന ഭക്ഷണം ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ 3 പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കൃഷി രീതിയാണ് ഉപജീവന കൃഷി. ലാഭം ഇവിടെ പ്രാഥമിക ലക്ഷ്യമേ അല്ല. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കൃഷി ഏതാണ്? ഉപജീവന കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സമ്മിശ്ര കൃഷിയാണ്. എന്താണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, മിക്സഡ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് സമ്മിശ്ര കൃഷി രീതി എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ മുൻവിധിയോടുകൂടി ഈ ഒരു PSC പരീക്ഷയെ കാണരുത്. നമ്മൾ ഇതൊന്ന് നിസ്സാരമാണ് എന്ന് കരുതി കളയുന്ന പല പോയിന്റ്സും PSCയുടെ ഒരു ചോദ്യമാണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള മുൻവിധി ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മാത്രം ക്ലാസ് കാണുക, പഠിക്കുക. ഓരോ പോയിന്റും നിങ്ങളുടെ ഓരോ മാർക്കാണ് എന്ന് വിചാരിച്ച് തന്നെ എന്ത് ചെയ്യുക? അത്രത്തോളം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ അവർ എന്തും ചെയ്യുന്നുണ്ട്? കന്നുകാലിയെ വളർത്തുന്നുണ്ട്, കോഴി വളർത്തലുണ്ട്, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നോക്കിക്കേ, ഇവിടെ ഓരോ പ്ലോട്ട് തിരിച്ച് ഓരോ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കന്നുകാലികളെ കാണാം, കോഴി വളർത്തൽ കാണാം. അപ്പോൾ ഇതൊരു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പിക്ചറും കൂടി നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സമ്മിശ്ര കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്.
ഇനി അടുത്ത് നോക്കിക്കേ, എന്താണ് തോട്ടവിള കൃഷി? പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ. ആദ്യമൊക്കെ എന്തായിരുന്നു, നമ്മുടെ ഭക്ഷണം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നിടത്ത് നിന്നും പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അത് വൻതോതിൽ തോട്ടവിളകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. തോട്ടവിളകൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. വൻതോതിലാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രമാണ് കൃഷി ചെയ്തിരുന്നത്. ആ രീതിയിൽ നിന്നും മാറി വൻതോതിൽ നമ്മൾ എന്ത് കൃഷി ചെയ്യാൻ തുടങ്ങി, തോട്ടവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് ഇവയൊക്കെയാണ് തോട്ടവിളകൾക്ക് ഉദാഹരണം. ഇതൊക്കെയാണ് തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് എന്നിവ ഏതിന് ഉദാഹരണമാണ്? തോട്ടവിളകൾക്ക് ഉദാഹരണമാണ്. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വ്യവസായ വിപ്ലവത്തിന്റെ, അതായത് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള അതിന്റെ ഈറ്റില്ലം എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. അവർക്ക് ഉയർന്ന അളവിൽ എന്ത് ആവശ്യമുണ്ടായിരുന്നു? അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 19-ാം നൂറ്റാണ്ടിന്റെയൊക്കെ ആരംഭത്തിൽ തന്നെ ഇവർ ഈ കോളനി രാജ്യങ്ങളിൽ തോട്ടവിളകളുടെ ആവശ്യം അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? എക്സ്പോർട്ട് ചെയ്ത്, നമുക്കറിയാമല്ലേ നമ്മുടെ ഈ ഒരു കുരുമുളകാണെങ്കിലും ഒക്കെ ബ്രിട്ടൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ സ്പൈസസ് എല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഊറ്റിയെടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഇവിടെയും ഭക്ഷ്യവിളകളിൽ നിന്ന് മാറിക്കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് തോട്ടവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ദീർഘകാലത്തിലുള്ള ഒരു വരുമാനവും നമുക്ക് അതിൽ നിന്നും നേടാനായിട്ട് കഴിഞ്ഞു. താരതമ്യേന ഉൽപാദന ചെലവും തോട്ടവിളകൾക്ക് കുറവാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കൂടുതലായിട്ടും ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഈ ഒരു തോട്ടവിള കൃഷിയിൽ പറഞ്ഞിരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അതിൽ നിന്നും മാറി എന്താകാൻ തുടങ്ങി? തോട്ടവിളകൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഈ തോട്ടവിളകൾ കൃഷി ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിന്റെയൊക്കെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങൾ, അവർക്ക് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. വ്യവസായം വിപ്ലവത്തിന്റെ ഈറ്റിലം എന്ന് പറയുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്താവശ്യമായിരുന്നു? നമ്മുടെ ഈ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിവിടെ നിന്ന് അതിനെ ഒരുപാട് കൊണ്ടുപോയി. അപ്പൊ അത് നമുക്ക് എന്താണ്? ദീർഘകാലത്തേക്ക് ഇതൊരു വരുമാനം നേടാനുള്ള ഒരു അവസരം ായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൽപാദനവും കൂടാനായിട്ട് തുടങ്ങി. അപ്പൊ അതാണ് തോട്ടവിള കൃഷിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ? വാണിജ്യ വിള കൃഷി. അപ്പൊ നമ്മളിപ്പം 3 കൃഷിയെ കുറിച്ച് പഠിച്ചു. ഉപജീവന കൃഷി, സമ്മിശ്ര കൃഷി, തോട്ടവിള കൃഷി. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? വാണിജ്യ വിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ് അല്ലെ. അതായത് വ്യവസായശാലകളിൽ, ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. കാർഷിക അസംസ്കൃത വസ്തുക്കൾ, അതായത് അഗ്രികൾച്ചറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പൊ അതൊക്കെ പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഈ വൻതോതിൽ കൃഷി ചെയ്യുന്ന വാണിജ്യ വിള കൃഷിയിൽ നിന്നാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്തിക്കുന്നത്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. അപ്പൊ ഇത് വൻതോതിലായതുകൊണ്ട് തന്നെ, ലാർജ് സ്കെയിലിൽ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇവിടെ എന്തിന്റെ ആവശ്യം കൂടുതലാണ്? ഉയർന്ന മൂലധന നിക്ഷേപം ഇവിടെ കൂടുതലായിട്ട് വരുന്നു. നമ്മൾ പഠിച്ചതാണ്. അതായത് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, മൂലധനം, ഭൂമി, അതുപോലെ തന്നെ തൊഴിൽ, സംഘാടക
മൂലധനം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ മൂലധനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഇതും. അതായത് ഉൽപാദന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തന്നെയാണ് മൂലധനവും. അപ്പോൾ ഉയർന്ന മൂലധന നിക്ഷേപം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷിരീതിയാണ് ഏതെന്ന് പറയുന്നത്, വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്. വാണിജ്യ വിള കൃഷിരീതിയിൽ എന്തിനൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ വേണം, അതായത് മൂലധനവും കൂടുതൽ വേണം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഏതെന്ന് പറയുന്നത്, വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. അപ്പൊ തോട്ടവിളകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. വാണിജ്യ വിളകൾ ഏതൊക്കെയാണ് വാണിജ്യ വിളകൾ? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയാണ് വാണിജ്യ വിളകൾക്ക് ഉദാഹരണം. തോട്ടവിളകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? തേയില, കുരുമുളക്, ഏലം എന്നിവയൊക്കെയാണ് തോട്ടവിളകൾക്ക് ഉദാഹരണം. ഇത് PSC ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തോട്ടവിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വാണിജ്യ വിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വാണിജ്യ വിളകൾ ഏതൊക്കെയാണ്? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയാണ് വാണിജ്യ വിളകൾ. നമ്മുടെ രാജ്യത്തുള്ള വിവിധ തരം കൃഷി രീതികളാണ് ഇതൊക്കെ. ഏതൊക്കെയായിരുന്നു? ഉപജീവന കൃഷി, സമ്മിശ്ര കൃഷി, വാണിജ്യ കൃഷി, അതുപോലെ തന്നെ എന്താണ് തോട്ടവിള കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാത്തിലും പോയിന്റ്സ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. വാണിജ്യ വിള കൃഷി ഒന്നും കൂടി ഓർത്തു വെക്കുക. എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. ഇവിടെ എന്താ? കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നത് വാണിജ്യ വിള കൃഷി രീതിയിൽ നിന്നാണ്. എന്തൊക്കെയാണ് വാണിജ്യ വിളകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത്? റബ്ബർ, പരുത്തി, അതുപോലെ തന്നെ കരിമ്പ്, ഇവയെല്ലാം ഒരു വലിയ തോതിൽ, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ബാക്കി വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നിന്നാണ്, ഈ വാണിജ്യ വിള കൃഷി രീതിയിൽ നിന്നാണ് അവർക്കായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുന്നത്. ഈ സാധനങ്ങളാണ് വ്യവസായത്തിലോട്ട് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനിലോട്ട് എത്തുമ്പോൾ, ഒരു ഫാക്ടറിയിൽ നോക്കുമ്പോൾ അവരുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ വാണിജ്യ വിള കൃഷിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള കൃഷികൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇതുപോലൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിളും കൂടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച 4 കൃഷി രീതികളാണ് ഈ തന്നിരിക്കുന്നത്. ഉപജീവന കൃഷി, സമ്മിശ്ര കൃഷി, തോട്ടവിള കൃഷി, വാണിജ്യവിള കൃഷി. അപ്പം നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ പോയിന്റ്സ് ഇവിടെ ഉൾപ്പെടുത്താം? നോക്കിക്കേ, ഉപജീവന കൃഷി സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപാദനമാണെന്ന് നമ്മൾ പഠിച്ചു. ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും അല്ലെ? ഉപജീവന കൃഷി നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് വീട് തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് ചെറിയ ഇടങ്ങളിൽ, ടെറസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൃഷി ചെയ്യാറുണ്ട് അല്ലേ? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഉപജീവന കൃഷി നടത്തുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കൽ, അതുപോലെ എന്താ? വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം. അറിയാം അല്ലേ? നമ്മൾ വീടുകളിൽ പ്രധാനമായിട്ടും എല്ലാവരും കൃഷി ചെയ്യാൻ ആരംഭിച്ചത് എന്തുകൊണ്ടാണ്? വിഷരഹിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പോയിസൺസും കെമിക്കൽസും ഒന്നും യൂസ് ചെയ്യാത്ത നല്ല രീതിയിലുള്ള, നല്ല ജൈവ കൃഷി ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും ഇപ്പോൾ വീടുകളിൽ പോലും കൃഷി ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഉപജീവന കൃഷിയിൽ അങ്ങനെ ഒരു പോയിന്റ് വന്നിരിക്കുന്നത്. വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നമുക്ക് എവിടെ സാധ്യമാക്കാൻ സാധിക്കും? നമ്മുടെ ഉപജീവന കൃഷിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാണ്? സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപാദനം, ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കൽ, അതുപോലെ വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം എന്നിവയൊക്കെയാണ് ഉപജീവന കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സമ്മിശ്ര കൃഷിയുടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. അതായത് സമ്മിശ്ര കൃഷി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരേ സമയം തന്നെ ഒന്നിലധികം കൃഷിരീതികൾ സാധ്യമാക്കുന്ന, കൃഷി ചെയ്യാൻ പല രീതിയിലുള്ള വിഭവങ്ങൾ
കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കൃഷി ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്തും ചെയ്യാം, കന്നുകാലി വളർത്തൽ, അതുപോലെ തന്നെ കോഴിയെ വളർത്തുക, ഒരു ഉൽപ്പന്നം മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഉൽപാദന ചെലവ് കുറവാണ് അല്ലേ. നമുക്ക് ഒരു കാര്യം തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ നമുക്കുള്ള ചെലവ് കുറയ്ക്കാനായിട്ട് അത് സാധിക്കും. അപ്പൊ അതും സമ്മിശ്ര കൃഷിയുടെ ഒരു ഉദാഹരണമാണ്. ഇനി എന്താ, പലതരം കൃഷികളുടെ സംയോജനമാണ് അല്ലെ. ഇവിടെ ഒരു കൃഷി മാത്രമല്ല, ഒരേ സമയം ഒന്നിലധികം കൃഷി നടത്തുന്ന ഒരു രീതിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലതരം കൃഷികളുടെ ഒരു സംയോജനമാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അല്ലെ. നമുക്ക് പലതരത്തിൽ ഒരു സാധനം മാത്രമല്ല കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഒരേ സമയം തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കുന്നു എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അടുത്ത നോക്കിക്കേ, തോട്ടവിള കൃഷിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ് ഏതിനുള്ളത്, തോട്ടവിള കൃഷികൾക്കുള്ളത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. നമ്മുടെ ബ്രിട്ടന്റെയൊക്കെ വരവോടുകൂടി, ബ്രിട്ടീഷുകാരുടെയൊക്കെ വരവോടുകൂടിയാണ് നമ്മുടെ ഇന്ത്യയിൽ തോട്ടവിള കൃഷിയുടെയൊക്കെ വളരെ വൻതോതിൽ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ താരതമ്യേന നോക്കുവാണെങ്കിൽ കുറഞ്ഞ ഉൽപാദന ചെലവേ നമുക്കിവിടെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത, വലിയ രീതിയിലുള്ള വരുമാനം നമുക്കിവിടെ ലഭ്യമാക്കുന്നുണ്ട്. വൻതോതിലുള്ള ഉൽപാദനം തോട്ടവിള കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. ദീർഘകാല വരുമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ദീർഘകാല വരുമാനം നേടാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ താരതമ്യേന വിശാലമായ കൃഷി സ്ഥലവും ഏതിന് ആവശ്യമാണ്, തോട്ടവിള കൃഷിക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി വാണിജ്യവിള കൃഷിയുടെ കൂടെ നോക്കാം. ഉയർന്ന മൂലധന നിക്ഷേപം നമ്മൾ പഠിച്ചപ്പോഴേ പറഞ്ഞതാണ്, ഇവിടെ മൂലധനം വളരെ ഉയർന്ന രീതിയിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കൃഷിയാണ് വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. അതുപോലെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. നമ്മുടെ വാണിജ്യവിള കൃഷിയിലാണ് വൻതോതിൽ നമ്മുടെ ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യ വിളകളായിട്ടുള്ള റബ്ബറും കരിമ്പും ഒക്കെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ആവശ്യമുള്ള വ്യവസായങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ ഇവിടെ വ്യവസായങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അസംസ്കൃത വസ്തുക്കളാണ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് പ്രദാനം ചെയ്യുന്നത് ആരാണ്, വാണിജ്യ വിള കൃഷി രീതിയിലൂടെയാണ്. പിന്നെ എന്താ, സംഭരണശാലകളുടെ ഉപയോഗം. ഇത്രയും വൻതോതിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭരണശാലകൾ ആവശ്യമായിട്ട് വരുന്നു. ഏതിന്, വാണിജ്യവിള കൃഷികൾക്ക് സംഭരണശാലകളുടെ ഉപയോഗം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ. നമ്മളിവിടെ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു, മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ആവശ്യമായിട്ട് വരുന്ന ഒരു കൃഷി രീതിയാണ് വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂലധനവും കൂടുതൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തലും കൂടുതൽ ആവശ്യം വരുന്ന ഒരു കൃഷി രീതിയാണ് ഏതെന്ന് പറയുന്നത്, വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ കാർഷിക വിളകളെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു, ഭക്ഷ്യവിളകൾ എന്നും നാണ്യവിളകൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായിട്ട് കാർഷിക വിളകളെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്? നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകൾ, ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്? വ്യാവസായിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് വാണിജ്യ അടിസ്ഥാനത്തിലും വ്യാവസായിക അടിസ്ഥാനത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മുടെ രാജ്യത്തെ കാർഷിക വിളകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, ഭക്ഷ്യവിളകൾ എന്നും നാണ്യവിളകൾ എന്നും. ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കി പോവാം. ഭക്ഷ്യവിളകളായിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? നെല്ല് തന്നിട്ടുണ്ട്,
അതുപോലെ അടുത്ത് തന്നിട്ടുള്ള എന്താണ്, ഗോതമ്പ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് ഭക്ഷ്യവിളകൾ, ഓരോന്നായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഏതൊക്കെയാണ് ഭക്ഷ്യവിളകൾ എന്ന്. ചോളം ഒരു ഭക്ഷ്യവിളയാണ് അല്ലേ, ചോളം. അതുപോലെ തന്നെ എന്താണ്, ബാർലി ഒരു ഭക്ഷ്യവിളയാണ്. അതുപോലെ എന്താണ്, കപ്പയും പയറ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം എന്താണ്, ഭക്ഷ്യവിളകൾ അല്ലേ. നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷ്യ വസ്തുക്കളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, നാണ്യവിളകൾക്ക് ഉദാഹരണമായിട്ട് എന്തൊക്കെയുണ്ട്, റബ്ബർ, പരുത്തി അല്ലെ. റബ്ബർ ഉണ്ട്, പരുത്തി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ചണം. പിന്നെന്താണ്, ഏലമുണ്ട്. അതുപോലെ എന്താ, കുരുമുളക്. ഇവയൊക്കെയാണ് വാണിജ്യ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നാണ്യവിളകൾ എന്ന് പറയുന്നത്. ക്യാഷ് ക്രോപ്സ് എന്ന് പറയും. നാണ്യവിളകൾ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് എന്ന് പറയാം. ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഇവിടെ ഓർക്കുക. ഭക്ഷ്യവിളകൾക്കും നാണ്യവിളകൾക്കും ഉള്ള ഉദാഹരണമാണ് ഇവിടെ തന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ്, അതായത് നമ്മളിപ്പോൾ ഭക്ഷ്യവിളകളും നാണ്യവിളകളും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളൊരു പിക്ചറാണ് അടുത്ത നമ്മുടെ SCERT പാഠഭാഗത്തിൽ തന്നിട്ടുള്ളത്. ഏതൊക്കെ വിള തന്നിട്ടുണ്ട്, ഗോതമ്പ്, പരുത്തി, നെല്ല് എന്നിവ തന്നിട്ടുണ്ട്. ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും തന്നിട്ടുണ്ട് അല്ലെ. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് തന്നിട്ടുള്ളത്, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിലാണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ 3 മാപ്പിന്റെ ഒരു ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗോതമ്പ് എവിടേക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഉത്തർപ്രദേശിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ്, പഞ്ചാബിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ മധ്യപ്രദേശിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിലും ഏത് ഉൽപ്പാദിപ്പിക്കുന്നു, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എവിടേക്കാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കേ, പരുത്തിയാണ് തന്നിരിക്കുന്നത്. പരുത്തി എന്ന് വെച്ചാൽ എന്താണ്, കോട്ടൺ ആണ് അല്ലെ. കോട്ടനെയാണ് പരുത്തി എന്ന് പറയുന്നത്. കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന എവിടേക്കാണ്, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പരുത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എവിടേക്കാണ്, മഹാരാഷ്ട്രയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വരും അല്ലേ, മഹാരാഷ്ട്ര. അതുപോലെ പിന്നെ ഏതാണ്, പിന്നെ എവിടെയാണ്, ഗുജറാത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പരുത്തി ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരുത്തി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്, പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടേക്കാണ്, ഏറ്റവും കൂടുതലായിട്ട് നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളായിട്ട് തന്നിട്ടുള്ളത് പശ്ചിമ ബംഗാൾ, അതുപോലെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ രീതിയിലൊക്കെ PSC തരും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും ചോദിക്കില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇന്ത്യയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ SCERTയിൽ ഇത് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതായിരിക്കും PSC ഉത്തരമായിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എവിടേക്കാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്, പശ്ചിമ ബംഗാളിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വരും. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ എവിടെയാ, ആന്ധ്രാപ്രദേശിൽ നെല്ല് ഉൽപ്പാദനമുണ്ട്. പിന്നെ എവിടെയാണ്, ബീഹാറിലും എന്തുണ്ട്, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ വിളകൾ തന്നിട്ടുണ്ട്, ഗോതമ്പ്, പരുത്തി, നെല്ല്. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എവിടേക്കാണ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. അതുപോലെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിങ്ങനെ
SCERT തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കാം? അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് അല്ലെ കാർഷിക വിളകൾ. ഒരു കാർഷിക വിള മാത്രമല്ല, നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു ഏതൊക്കെ കാർഷിക വിളകൾ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ വൈവിധ്യമാർന്ന വിവിധ തരത്തിലുള്ള കാർഷിക വിളകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളും ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കാം ഇത്തരത്തിലുള്ള കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കാം? ഒന്ന് നമ്മുടെ SCERT തന്നിട്ടുണ്ട് ഫലഭൂയിഷ്ഠമായ മണ്ണ് അല്ലെ. ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഉണ്ട്. ഫലഭൂയിഷ്ഠമായ മണ്ണുള്ളത് കൊണ്ടാണ് വൈവിധ്യമാർന്ന ഇത്തരം വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ നാണ്യവിളകൾ ഇതിനെല്ലാം ചേർത്ത് നമുക്ക് കാർഷിക വിളകൾ എന്ന് പറയാം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ജലസേചന സൗകര്യം അല്ലെ, വെള്ളമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതിനുള്ള ജലസേചന സൗകര്യവും നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാണ്. അതുപോലെ എന്തൊക്കെയാണ്? ഭൂപ്രകൃതി വൈവിധ്യം അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉത്തര പർവ്വത മേഖല, അങ്ങനെ പല രീതിയിൽ നമ്മൾ ജോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇടനാട്, മലനാട്, തീരപ്രദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭൂപ്രകൃതി വിഭാഗത്തിൽ കേരളത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂപ്രകൃതി വൈവിധ്യം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്ര ഘടകങ്ങളിൽ ഒന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന കാർഷിക വിളകളൊക്കെ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്ത്യയിൽ ഇവയൊക്കെ. അതുപോലെ തന്നെ ഭൂവിസ്തൃതി ഒരു ഘടകമാണ്. സമൃദ്ധമായി ലഭിക്കുന്ന മഴ അതും ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ ഇത്രയും വിവിധ തരത്തിലുള്ള കൃഷികൾ നമുക്ക് സാധ്യമാക്കി തരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഈ പറഞ്ഞിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. ഇതിനെല്ലാം നമുക്ക് അനുകൂലമായിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം, ഭൂപ്രകൃതി വൈവിധ്യം, ഭൂവിസ്തൃതി, സമൃദ്ധമായി ലഭിക്കുന്ന മഴ എന്നിവയൊക്കെ ഏതിന് അനുകൂലമാണ്? നമ്മുടെ ഈ വിവിധ കാർഷിക രീതി ഇന്ത്യയിൽ നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇവയൊക്കെ. ഇനി നോക്കിക്കേ, കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ കാർഷിക വിളകൾ, നാണ്യവിളകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ സാധനങ്ങൾ കൃഷി ചെയ്യുന്നത് വ്യാവസായിക ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ വ്യാവസായിക രീതിയിലോട്ട് ആ ഒരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അസംസ്കൃത വസ്തുക്കളാണ് ഇതെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഓരോ കാർഷിക വിളകളും അല്ലെങ്കിൽ ഈ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങളും കൊണ്ട് എന്തൊക്കെ വ്യവസായമായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. നമ്മൾ പഠിച്ചതാണ് കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കൃഷി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. കാർഷികോൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? പരുത്തി, അതെന്തിനു വേണ്ടിയിട്ടാണ്? തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ് അല്ലെ. പരുത്തി എന്ന് വെച്ചാൽ എന്താണ്? കോട്ടൺ. ഈ കോട്ടൺ എന്ന് പറയുന്നത് നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡ്രസ്സിൽ ഇടുന്നത് കോട്ടൺ മെറ്റീരിയൽസ് ആയിട്ടൊക്കെ മേടിച്ചിടാറുണ്ട് അല്ലെ. അപ്പൊ ഈ പരുത്തി എന്ന് പറയുന്ന ഈ കോട്ടൺ എന്ന് പറയുന്നത് ഏത് വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്? തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതുപോലെ തന്നെ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? അതായത് ഈ പരുത്തി എന്ന് പറയുന്ന കാർഷിക ഉൽപ്പന്നം ഏത് വ്യവസായമാണ് ഉപയോഗിക്കുന്നത്? തുണി വ്യവസായമാണ് ഇതിനെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുണി വ്യവസായത്തെ എന്തെന്ന് പറയാം? ഒരു കാർഷിക അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പരുത്തി വ്യവസായം അല്ലെങ്കിൽ തുണി വ്യവസായം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാർഷികോൽപ്പന്നമായിട്ടുള്ളതാണ് പരുത്തി എന്ന് പറയുന്നത്. ഈ പരുത്തി ഉപയോഗിച്ചാണ് തുണി വ്യവസായം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി വ്യവസായമായിട്ട് അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമായിട്ട് തുണി വ്യവസായം പറയാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ
റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നു. ഒരു ഉദാഹരണം നോക്കിക്കേ, കരിമ്പ് തന്നിട്ടുണ്ട് അല്ലെ. കരിമ്പ് ഏത് വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പഞ്ചസാര വ്യവസായത്തിനാണ് ഏത് ഉപയോഗിക്കുന്നത്? കരിമ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ നോക്കിക്കേ, റബ്ബർ ഏത് വ്യവസായത്തിലായിരിക്കും ഉപയോഗിക്കുന്നത്? ടയർ വ്യവസായത്തിലായിരിക്കും ഏത് റബ്ബർ ഉപയോഗിക്കുന്നത് അല്ലേ. അടുത്ത നോക്കിക്കേ, തേയില. എന്തിനു വേണ്ടിയിട്ടാണ് തേയില ഉപയോഗിക്കുന്നത്? തേയില വ്യവസായത്തിന് വേണ്ടിയിട്ടല്ലേ തേയില ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുണ്ടാകുന്ന വ്യവസായം കാർഷിക അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത നോക്കിക്കേ, ധാതു സമ്പത്തിലൂടെ. ഇനി അടുത്ത നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ധാതുക്കളെ കുറിച്ചാണ്, മിനറൽസിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. നോക്കിക്കേ, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. എന്താണ്? ഭൂവൽക്കത്തിൽ, നമ്മുടെ ഈ ഒരു ഭൂമിയിൽ കാണപ്പെടുന്ന, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ, ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. മെറ്റാലിക് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസിനെയാണ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ മിനറൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. മിനറൽസ് ആണ്. എന്തൊക്കെയാണ്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ, അതായത് മെറ്റാലിക്കും അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസിനെയാണ് എന്തെന്ന് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. കര, ദ്രാവ, വാതക, പ്ലാസ്മ തുടങ്ങിയ അവസ്ഥകളിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ അവസ്ഥയാണ്? സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഖര, ദ്രവ, വാതക, പ്ലാസ്മ. ഇത് ആദ്യത്തെ 4 സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഖര അതായത് സോളിഡ്, ദ്രവ വാതക, ഗ്യാസ്, പ്ലാസ്മ തുടങ്ങിയ അവസ്ഥകളിലായിട്ടാണ് നമ്മൾ ഏത് കാണുന്നത്? ധാതുക്കളെ കാണുന്നത് അല്ലെങ്കിൽ മിനറൽസ് കാണപ്പെടുന്നത് ഈ 4 അവസ്ഥകളിലായിട്ടാണ്. മിക്കവാറും ധാതുക്കളുടെയും നിക്ഷേപങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ അവയുടെ അളവിലും ഗുണമേന്മയിലും വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അപ്പൊ ഈ പറയുന്ന മിക്കവാറുമുള്ള മിനറൽസ് എല്ലാം നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ അവയുടെ അളവ്, ചില ധാതുക്കൾ കൂടുതലായിട്ട് കാണും, ചിലത് കുറവായിരിക്കും ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഗുണമേന്മയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും അതുപോലെ തന്നെ എന്താണ്? ഗ്യാസ്, വാതക രൂപത്തിലും പ്ലാസ്മ രൂപത്തിലും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. ഇവ മിക്കവാറുമുള്ള ധാതുക്കളെല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ അവയുടെ അളവിലും ഗുണമേന്മയിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. അപ്പൊ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി എന്താണ് ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്? ഈ പറയുന്ന ധാതുക്കളെ, മിനറൽസിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവയെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ധാതുക്കളെ പ്രധാനമായും നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ധാതുക്കളെ പ്രധാനമായും ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും, മെറ്റാലിക് മിനറൽസ് എന്നും നോൺ മെറ്റാലിക് മിനറൽസ് എന്നും 2ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഹെമറ്റൈറ്റ്, അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിനബാർ എന്നിവയാണ് ലോഹധാതുക്കൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്, അതുപോലെ ഏതാണ്? കലാമിൻ, ബോക്സൈറ്റ്, സിനബാർ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ലോഹധാതുക്കൾ, മെറ്റാലിക് മിനറൽസിന് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാല്ലേ, അയണിന്റെ ഓറാണ് ഏതെന്ന് പറയുന്നത്? ഹെമറ്റൈറ്റ്, അയിര്. ഇതാണ് മലയാളത്തിലെ ഓറിന്റെ മലയാളം എന്ന് പറയുന്നത് അയിരാണ്. അതുപോലെ മാഗ്നറ്റൈറ്റ്, കലാമിൻ ഏതിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. ഇതൊക്കെ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ബോക്സൈറ്റ് ഏതിന്റെയാണ്? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയൊക്കെ ഏതിന് ഉദാഹരണമാണ്? ലോഹധാതുക്കൾ, മെറ്റാലിക് മിനറൽസിന് ഉദാഹരണമാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ,
ബോക്സൈറ്റ്, സിനബാർ എന്നിവ ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഇതിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവയാണ്. അതായത് ലോഹങ്ങൾ, മെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ലോഹധാതുക്കളാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും കലാമിനും ഒക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മൈക്ക, വജ്രം, സിലിക്ക എന്നിവയാണ് അലോഹധാതുക്കൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത്. നോൺ മെറ്റാലിക് മിനറൽസിന് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നവയാണ് മൈക്ക, വജ്രം, സിലിക്ക എന്നിവയൊക്കെ. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ധാതുക്കളെ കുറിച്ചാണ് പഠിച്ചത്. പ്രധാനമായും ധാതുക്കളെ ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ലോഹധാതുക്കൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, സിനബാർ ഇവയൊക്കെയാണ് ലോഹധാതുക്കൾക്ക് ഉദാഹരണം. അലോഹധാതുക്കൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞത് മൈക്ക, വജ്രം, സിലിക്ക എന്നിവയൊക്കെയാണ്. ഈ ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുവാക്കി കണ്ട് നടത്തുന്ന വ്യവസായങ്ങളെയാണ് എന്ത് തരത്തിലുള്ള വ്യവസായം എന്ന് പറയുന്നത്? ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ധാതുക്കളെല്ലാം ഏതൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഇവയുടെ ഉപയോഗം എന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ധാതുക്കൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? നോക്കിക്കേ, കുറച്ച് ധാതുക്കൾ ഇവിടെ തന്നിട്ടുണ്ട്. ഹെമറ്റൈറ്റ്, സിലിക്ക, മണൽ, ബോക്സൈറ്റ്, വജ്രം, അങ്ങനെ കുറച്ച് ധാതുക്കൾ തന്നിട്ടുണ്ട്. അതിന്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. 1-2 ഇവിടെ തന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഹെമറ്റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാ? ഇരുമ്പുരുക്ക് നിർമ്മാണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ ഓറാണെന്ന് പറഞ്ഞു? അയൺ എന്ന് വെച്ചാൽ എന്താ? ഇരുമ്പിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത്? ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെമറ്റൈറ്റ് ഏത് വ്യവസായത്തിനായിരിക്കും, അല്ലെങ്കിൽ എന്തിന്റെ ഉപയോഗത്തിനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഹെമറ്റൈറ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിക്കേ, സിലിക്ക അല്ലെങ്കിൽ മണൽ. ഇതിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് നിർമ്മാണത്തിനും ഏത് ഉപയോഗിക്കുന്നു? സിലിക്ക ഉപയോഗിക്കുന്നു. ഇവിടെ നോക്കി തന്നെ വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെമറ്റൈറ്റ് ആണ്. വീട് നിർമ്മാണം അല്ലെങ്കിൽ ഗ്ലാസ് നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ധാതു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്ക. അതുപോലെ ബോക്സൈറ്റ് നോക്കിക്കേ, എന്തിനു വേണ്ടിയിട്ടാണ് ബോക്സൈറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബോക്സൈറ്റ് ഏതിന്റെ അയിരാണ്? അലുമിനിയം അല്ലെ? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അലുമിനിയം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബോക്സൈറ്റ് എന്ന് പറയുന്ന അയിര് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ധാതു ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിമാനം, അതുപോലെ വൈദ്യുത ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോക്സൈറ്റ് എന്ന ധാതു ഉപയോഗിക്കുന്നത്. ഇനി വജ്രം നോക്കിക്കേ, എന്തിനൊക്കെയാണ്? ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വജ്രം ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ വ്യാവസായിക ഉപയോഗത്തിനും വജ്രം ഉപയോഗിക്കുന്നുണ്ട്. ആഭരണ നിർമ്മാണം, വ്യാവസായിക ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും വജ്രം ഉപയോഗിക്കുന്നുണ്ട്. ഇനി കൽക്കരി എന്ന ധാതു എന്തിനൊക്കെയാണ്? തീവണ്ടിയിലും ഇരുമ്പ് നിർമ്മാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് കൽക്കരി എന്ന് പറയുന്നത്. പെട്രോളിയം ആണെങ്കിലോ വാഹന ഇന്ധനം, അതുപോലെ തന്നെ പെയിന്റ് നിർമ്മാണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഹെമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണം, സിലിക്ക വീട് നിർമ്മാണം അല്ലെങ്കിൽ ഗ്ലാസ് നിർമ്മാണം, ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണം ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു, വജ്രം ആഭരണം, വ്യാവസായിക ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, കൽക്കരി ആണെങ്കിൽ തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം എന്നിവയിൽ കൽക്കരി എന്ന ധാതു ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പെട്രോളിയം വാഹന ഇന്ധനം, പെയിന്റ് നിർമ്മാണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കിക്കേ, ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മുടെ SCERT പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹരിത വിപ്ലവം എന്താ? ഗ്രീൻ റെവല്യൂഷൻ അല്ലേ? ഗ്രീൻ റെവല്യൂഷൻ ഒരു PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് PSCയിൽ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ. പ്രത്യേകിച്ചും ഡോക്ടർ MS സ്വാമിനാഥൻ്റെ മരണത്തിന് ശേഷം ഈ ഒരു ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് ചോദ്യ പേപ്പർ എടുത്താലും ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഒരു ചോദ്യം പോലും ഇല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഹരിത വിപ്ലവത്തിന് ഉള്ളത്. നോക്കിക്കേ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും അതുപോലെ ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദന ക്ഷമത കുറയ്ക്കുന്നതിന്
കാരണമായി. അപ്പം നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ 19-ാം നൂറ്റാണ്ടിലൊക്കെ തോട്ടവിള കൃഷിയുടെ ആരംഭം അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ബ്രിട്ടൻ്റെ വരവോടുകൂടി, അല്ലെങ്കിൽ അവരാണ് വ്യാവസായികത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയുന്നത്. അവർക്ക് ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിട്ട് വന്നു. നമുക്കും അതിൽ നിന്ന് ദീർഘകാല വരുമാനം നേടാൻ കഴിയുന്നു. ഉൽപാദന ചെലവ് കുറവാണ്. അപ്പോൾ ഭക്ഷ്യോൽപാദനം അവിടെ കുറഞ്ഞു. അതായത് ഭക്ഷ്യവിളകളുടെ ഉൽപാദനം കുറഞ്ഞ് അവിടെ എന്ത് കൂടി? തോട്ടവിളകളുടെ കൃഷി കൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു? ഭക്ഷ്യക്ഷാമം സംഭവിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സമ്പ്രദായമായിരുന്നു അല്ലെ ഭൂനികുതി സമ്പ്രദായം. കർഷകർ ഒരു നിശ്ചിത രീതിയിലുള്ള ഒരു നികുതി എന്ത് ചെയ്യണമായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ കടബാധ്യത, ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന. തോട്ടവിള കൃഷിക്കാണ് അവർ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഭക്ഷ്യവിളകൾ അവർ പൂർണ്ണമായും അവഗണിച്ചു. അത് എന്തിന് കാരണമായി? ഭക്ഷ്യക്ഷാമം സൃഷ്ടിക്കുന്നതിന് കാരണമായി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്? ഭൂനികുതി സമ്പ്രദായം, അത് നമ്മുടെ ഭക്ഷ്യക്ഷാമത്തിനൊരു കാരണമായിരുന്നു. അതുപോലെ കർഷകരുടെ കടബാധ്യത, അതുപോലെ എന്താണ് ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന എന്നിവ ഏതിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യക്ഷാമം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖല നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. ബേസിക് ആയിട്ട് നമുക്ക് കൃഷി നടത്താനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലും നമ്മുടെ ഇന്ത്യയിൽ അന്ന് ലഭ്യമല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. അതും എന്ത് തന്നെയായിരുന്നു? നമ്മുടെ ഭക്ഷ്യക്ഷാമം കൂട്ടുന്നതിനെ കാരണമായിട്ടുള്ളൂ. കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. നമുക്കവിടെ കാർഷികമായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ല. വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ വളരെ പുവറാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, ടെക്നോളജീസിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരുന്നു നമുക്ക് നിലനിന്നിരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അതിലേക്ക് വഴിതെളിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോഴാണ്, നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ തേടി പോകുന്നത് അല്ലേ. അതുപോലെയാണ് ഇവിടെയും നമ്മുടെ ഹരിത വിപ്ലവത്തിൽ സംഭവിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യ ലബ്ധിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തൊക്കെയാവാം ഇതുകൊണ്ടുണ്ടാവാനുള്ള കാരണം? എന്താണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം അത് ഒരു കാരണമായിരുന്നു അല്ലെ, നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ഓൾറെഡി. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു അല്ലെ. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും അന്ന് നമുക്ക് ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഭൂപരിഷ്കരണം, അതുപോലെ ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇതിൽ നിന്നും സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്ത് കാർഷിക രംഗം നേരിട്ടുകൊണ്ടിരുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ നേരിടാൻ, ഇതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ഭൂപരിഷ്കരണം, അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്നിങ്ങനെ. അപ്പൊ എന്താണ് ഈ ഒരു ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നത്? ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഭൂപരിഷ്കരണം PSCയുടെ സിലബസിലുള്ള ഒരു കാര്യമാണ്. ഭൂപരിഷ്കരണ നിയമമൊക്കെ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. SCERTയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. എന്താണ് അപ്പോൾ മെയിൻ പോയിന്റ്? ഇതാണ്. ഉടമസ്ഥതയിൽ അയാൾക്ക് ഭൂമിയുണ്ട്, അയാളുടെ പേരിലുള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമിക്ക് എന്ത് ചെയ്തു? ഒരു നിശ്ചിത അളവ് നിശ്ചയിച്ചു. അതായത് അയാളുടെ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ, അയാളുടെ ഓണർഷിപ്പിൽ, അയാളുടെ പേരിൽ വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ അളവ്, അല്ലെങ്കിൽ അതിനൊരു പരിധി നിശ്ചയിച്ചു എന്നുള്ളതാണ് ഭൂപരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. മനസ്സിലായോ? അതായത് ആ പരിധി, അതായത് ആ ഭൂമി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പരിധി നിശ്ചയിച്ചു. അതിന് മേളിലെ ഭൂമി അയാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മിച്ച ഭൂമിയായി കൺസിഡർ ചെയ്തുകൊണ്ട്, കണക്കാക്കിക്കൊണ്ട് ആരേറ്റെടുത്തു? അതിനെ ഗവൺമെന്റ് ഏറ്റെടുത്തു.
ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അവർ അതും വെച്ചോണ്ടിരുന്നോ? ഇല്ല. അവിടെ എന്ത് ചെയ്തു? ഭൂരഹിതർ, അതായത് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്കും കുടിയാന്മാർക്കും കർഷകർക്കും വിതരണം ചെയ്തു. ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അതായത് കൂടുതൽ ഭൂമിയുള്ള ആൾക്കാരിൽ നിന്നും അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് അതെന്ത് ചെയ്തു? ഈ പറയുന്ന കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഭൂമി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഈ ഭൂമി അവർ എന്ത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു? കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യക്ക് മാതൃകയായി, നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി കൊണ്ട് നമ്മുടെ കേരളം എന്ന സംസ്ഥാനമാണ് ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്. വളരെ മികച്ച ഒരു തീരുമാനമായിരുന്നു അല്ലേ ഇത്? ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. കണ്ടോ, ഒരു പോയിന്റ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന കണ്ടോ? PSCയുടെ ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ചോദ്യമാണ് ഇത്. ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം? നമ്മൾ പറഞ്ഞു 2 പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്. മെയിനായിട്ടും എന്തിന്? കാർഷിക രംഗം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കാർഷിക രംഗം അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് കൊണ്ടുവന്ന 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 പരിഷ്കാരങ്ങളാണ് ഹരിത വിപ്ലവവും ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമവും. അപ്പോൾ നമ്മൾ എന്താണ് ഭൂപരിഷ്കരണ നിയമം എന്ന് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന എന്താണ്? ഹരിത വിപ്ലവം. എങ്ങനെയാണ് ഹരിത വിപ്ലവം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ സഹായിച്ചത് എന്നാണ് നോക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ കൊടുക്കുക, ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. കണ്ടോ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, അതുപോലെ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. കുറഞ്ഞ നിരക്കിൽ, കർഷകർക്ക് ഉയർന്ന നിരക്കിലല്ല, കുറഞ്ഞ നിരക്കിലാണ് വായ്പകൾ നൽകിയത്. ശാസ്ത്രീയമായിട്ടുള്ള ജലസേചന രീതികൾ കൊണ്ടുവന്നു. ഇതിലൂടെയെല്ലാം നമുക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞ ഒരു പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഏത് ഉൽപാദനത്തിലാണ്? ഗോതമ്പ് ഉൽപാദനത്തിലാണ്. ഗോതമ്പ് ഉൽപാദനത്തിലാണ്. ഇതൊരു PYQ ആണ്, ഒരു PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യഘട്ടത്തിൽ നേട്ടം കാണാനായ ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായത് ഏതാണ്? ഏത് ധാന്യമായിരുന്നു? ഗോതമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപ്ലവത്തെ, ഈ ഒരു ഹരിത വിപ്ലവത്തെ എന്തെന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നുണ്ട്. ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗോതമ്പ് വിപ്ലവം എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഇതിനെ എന്തെന്നും വിളിക്കുന്നുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ പഠിച്ചു അല്ലേ? ആദ്യ ഘട്ടത്തിൽ നേട്ടം കാണാനായത് ഏതിന്റെ ഉൽപാദനമായിരുന്നു? ഏത് ഭക്ഷ്യധാന്യത്തിന്റെ ഉൽപാദനമായിരുന്നു? ഗോതമ്പിന്റെ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഹരിത വിപ്ലവത്തിലോട്ട് നമ്മളെ നയിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ഹരിത വിപ്ലവം എന്നുള്ളൊരു മാറ്റത്തിലോട്ട്, ആ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ഇദ്ദേഹം ജനിച്ചത്. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് 1925 ഓഗസ്റ്റ് 7 ജനിച്ച നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാര്? PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് പോലും നിങ്ങൾ കട്ട് ചെയ്യാനായിട്ടില്ല.
കൃത്യമായിട്ട് ജനിച്ച ദിവസം ജനിച്ച സ്ഥലം ഉൾപ്പെടെ പഠിച്ചു വെക്കണം. കാരണം ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ നമ്മുടെ SCERT പറയുന്നത് കൊണ്ടും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇതിനുണ്ട്. അപ്പോൾ എന്താണ്, MS സ്വാമിനാഥൻ എവിടെയാ ജനിച്ചത്? തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 1925 ഓഗസ്റ്റ് 7 ഇദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. അപ്പോൾ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അപ്പൊ രാജ്യത്തെ 70% ജനങ്ങളും കാർഷികം, അതായത് കൃഷി ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു? 70% ജനങ്ങളും കൃഷി വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗ്, ആരാണ്? നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയ വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥൻ. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു 70% നമ്മൾ കൃഷിയിൽ തന്നെ ആശ്രയിച്ചു. കൃഷി രീതിയിൽ നടക്കുമ്പോൾ, കൃഷി വൃത്തിയിൽ നടക്കുന്ന സമയത്ത് തന്നെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് നോർമൻ ഇ ബോർലോഗുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നത്? ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. അതിന് ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതിന്റെ ഫലമായിട്ട് ഉൽപാദനം എത്ര ദശലക്ഷം ടൺ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്? 5 ദശലക്ഷം ടണ്ണ് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ നമുക്ക് ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് സാധിച്ചത് ഡോക്ടർ MS സ്വാമിനാഥന്റെ ഹരിത വിപ്ലവം തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്കാണ് ഡോക്ടർ MS സ്വാമിനാഥൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീയും അതുപോലെ തന്നെ പത്മഭൂഷണും, ഭാരതരത്ന, പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഭാരതരത്ന നൽകിയത് എപ്പോഴാണ്? 2024 മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ഡോക്ടർ MS സ്വാമിനാഥന് സമർപ്പിച്ചത് എന്ന് കൂടി ഇവിടെ ഓർക്കുക. അദ്ദേഹം മരണപ്പെട്ട ദിവസം എന്നാണ്? 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിലാണ് അന്തരിച്ചത്. എവിടെയാണ്? ചെന്നൈയിലായിരുന്നു. 2023 സെപ്റ്റംബർ 28. ഈ ഡേറ്റ് മറക്കരുത്. PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2023 സെപ്റ്റംബർ 28 ഡോക്ടർ MS സ്വാമിനാഥൻ മരണപ്പെട്ടത്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ SCERT തന്നിട്ടുള്ളത്. കുറച്ചും കൂടി പോയിന്റ്സ് നമുക്ക് നോക്കാം. ടൈം മാസിക 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തരായ 20 ഏഷ്യക്കാരിൽ ഒരാളായി ആണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഏത് മാസികയാണ്? ടൈം മാസിക 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തരായ 20 ഏഷ്യക്കാരിൽ ഒരാളായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ 1987 കാർഷിക രംഗത്തെ നൊബേൽ സമ്മാനം എന്ന് വിശേഷിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ്, എന്താണ്? വേൾഡ് ഫുഡ് പ്രൈസ്, കാർഷിക രംഗത്തെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ഒരു പ്രൈസാണ് വേൾഡ് ഫുഡ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ഇദ്ദേഹത്തിന് ലഭിച്ച വർഷം എന്നാണ്? 1987. 1987 കാർഷിക രംഗത്തെ നൊബേൽ സമ്മാനം എന്ന് വിശേഷിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ വ്യക്തിയാണ് MS സ്വാമിനാഥൻ. വിദേശ ഭക്ഷ്യ സഹായത്തോടെ മുന്നോട്ട് പോരുന്ന ദുരിതകാലത്ത് നിന്നും രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച വ്യക്തിയാണ് MS സ്വാമിനാഥൻ. നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ? ഇദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത ഈ ഒരു സംഭാവന എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളെയാണ് നമ്മുടെ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും മാറി ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്.
കുട്ടനാടിന്റെ കാർഷിക സമൃദ്ധിയെ സംരക്ഷിക്കാൻ പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജ് ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. കുട്ടനാട് പാക്കേജ് ഇദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ സംഭാവനയാണ് കുട്ടനാടിന്റെ കാർഷിക സമൃദ്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് മാങ്കൊമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ തറവാട്. ഇദ്ദേഹത്തിന്റെ തറവാട് എവിടെയാണ്? മങ്കൊമ്പിലാണ്. മങ്കൊമ്പിലാണ് ആരുടെ തറവാട് എന്ന് പറയുന്നത്? നമ്മുടെ എം.എസ്. സ്വാമിനാഥന്റെ തറവാട് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ സ്വന്തം നാടിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതാണ്, സ്വന്തം തറവാടുള്ള അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ആ ഒരു ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കുട്ടനാട് പാക്കേജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് മങ്കൊമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ തറവാട് എന്ന് പറയുന്നത്. എം.എസ്. സ്വാമിനാഥന്റെ പൂർണ്ണ നാമം തന്നെ അത് തന്നെയാണ് കേട്ടോ. എന്താണ്? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അതാണ് എം.എസ്. സ്വാമിനാഥൻ എന്നതിന്റെ പൂർണ്ണ നാമം തന്നെ. അപ്പോൾ മങ്കൊമ്പ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് മങ്കൊമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ തറവാട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിക്കേ, ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ. എന്ത് നല്ല കാര്യം ചെയ്താലും, എന്ത് നമ്മൾ സൽപ്രവൃത്തി ചെയ്താലും അതിന് രണ്ട് ഇരുവശങ്ങളുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ അതിന് നേട്ടവും കാണും, പരിമിതികളും കാണും. അപ്പൊ എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ എന്ന് നോക്കാം. അതായത് നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവുണ്ടായി അല്ലെ? ഭക്ഷ്യധാന്യങ്ങൾ വൻതോതിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ എന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു അല്ലെ? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കാരണം നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ സ്വയമേ എന്ത് ചെയ്യാണ്? ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയും. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. കാരണം എന്തുകൊണ്ടാ? ഇല്ലാത്തൊരവസ്ഥയായിരുന്ന സമയത്താണ് പൂഴ്ത്തിവെക്കുന്നതും കരിഞ്ചന്തയും ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത അവസ്ഥയിലോട്ട് നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഹരിത വിപ്ലവം കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നത്. അതുപോലെ എന്തൊക്കെയാണ് പരിമിതികൾ? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. ഭൂഗർഭ ജലത്തിന്റെ അളവ് എന്ത് ചെയ്തു? ഇവിടെ കുറഞ്ഞത് ജലം കുറയുന്നതിന് കാരണമായി. അത് ഇതിന്റെ ഒരു പരിമിതിയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തി. അതായത് രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ അമിതമായി ഉപയോഗിച്ചത് മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലപുഷ്ടിയെ അതെന്ത് ചെയ്തു? സ്വാധീനിച്ചു, അല്ലെങ്കിൽ അത് ഫലപുഷ്ടി ഇല്ലാതാക്കി എന്നതാണ് പരിമിതിയിൽ പറയുന്നത്. കുറച്ചധികം നേട്ടങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഭക്ഷ്യ ഇറക്കുമതിയിലെ ആശ്രയത്വം കുറഞ്ഞു അല്ലെ? നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അതിൻ്റെ ആശ്രയത്വം കുറഞ്ഞു. അതുപോലെ ഭക്ഷ്യ ദൗർബല്യം നേരിട്ടാൽ ഉപയോഗിക്കുന്നതിനായി കരുതൽ ശേഖരം സൂക്ഷിക്കാൻ കഴിഞ്ഞു. ബഫർ സ്റ്റോക്ക്, കരുതൽ ശേഖരം, അതായത് നമുക്ക് ഭാവിയിൽ ഭക്ഷ്യോൽപാദനത്തിന് അല്ലെങ്കിൽ ഫുഡിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരെയാണ്, ദൗർലഭ്യം നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കരുതലായിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കരുതൽ ശേഖരം വരെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഹരിത വിപ്ലവത്തിന്റെ മികച്ച ഒരു നേട്ടം തന്നെയാണ്. ഭാവിയിൽ ഭക്ഷ്യ ദൗർലഭ്യം നേരിടുകയാണെങ്കിൽ കരുതൽ ശേഖരമായിട്ട് സൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ ഫുഡിനെ അല്ലെങ്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഒരു ബഫർ സ്റ്റോക്കായിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റിവെക്കാനായിട്ട് കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ്. ഉയർന്ന ഉൽപാദനം മൂലം വിപണന മിച്ചം സാധ്യമായി. മാർക്കറ്റ് സർപ്ലസ് നമുക്കിവിടെ കൊണ്ട് നേരിടാൻ അല്ലെങ്കിൽ ഇതിലോട്ട് സാധ്യമാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഹരിത വിപ്ലവത്തിന്റെ ഒരു നേട്ടം തന്നെയാണ്. ഉയർന്ന ഉൽപാദനം മൂലം വിപണന മിച്ചം സാധ്യമായി. ഇനി കുറച്ച് പരിമിതികൾ കൂടി നോക്കാം. പുത്തൻ സാങ്കേതിക വിദ്യയുടെ ചിലവ് വഹിക്കാൻ ചെറുകിട കർഷകർക്ക് കഴിഞ്ഞില്ല. അതിനാൽ വൻകിട കർഷകർക്കായിരുന്നു കൂടുതൽ നേട്ടം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. അതായത് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പോയിന്റ്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ ചിലവ് വഹിക്കാൻ ചെറുകിട കർഷകർക്ക് എന്ത് ചെയ്തിരുന്നില്ല? കഴിഞ്ഞില്ല. ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത കർഷകർക്ക് വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയും അതിൻ്റെ ചിലവും ഒന്നും വഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇതുകൊണ്ട് കൂടുതൽ നേട്ടം ഉണ്ടായത് ആർക്കാണ്? വൻകിട കർഷകർക്കായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോയിന്റ്, ഒരു പരിമിതി തന്നെയാണ്. അതുപോലെ ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപ്പാദനത്തിൽ മാത്രം ഇവയുടെ നേട്ടങ്ങൾ ഒതുങ്ങി നിന്നു. ഏറ്റവും കൂടുതലും ഗോതമ്പും അതുപോലെ അരി എന്നീ വിളകൾ മാത്രമായിരുന്നു നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ
കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പം ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപാദനത്തിൽ മാത്രം ഇവയുടെ നേട്ടങ്ങൾ ഒതുങ്ങി നിന്നു എന്നുള്ളതും എന്ത് തന്നെയാണ്, ഒരു വലിയൊരു പരിമിതി തന്നെയാണ് ഹരിത വിപ്ലവം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്താ, ഹരിത വിപ്ലവം അത്രത്തോളം നമുക്ക് സഹായം അല്ലെങ്കിൽ വിപ്ലവം വളരെ വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത നമുക്ക് കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നെങ്കിൽ പോലും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന നിലയിൽ അതിന് പരിമിതികളുമുണ്ട്, നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ MS സ്വാമിനാഥൻ നമ്മുടെ ഹരിത വിപ്ലവം രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, കുറച്ച് പരിമിതികളും അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഹരിത വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞൊരു പേരാണ് നോർമൻ ഇ ബോർലോഗ് അല്ലേ. നമ്മൾ നേരത്തെ MS സ്വാമിനാഥനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞു നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഹരിത വിപ്ലവം കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരാണ് ഈ നോർമൻ ബോർലോഗ്? നോർമൻ ഇ ബോർലോഗ് ആരാണ്? ഇതേ കണ്ടോ, നമ്മുടെ SCERT-ൽ തന്നിട്ടുണ്ട്. നോർമൻ ഇ ബോർലോഗ് ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഏർണസ്റ്റ് ബോർലോഗ്. ആരാണ് നോർമൻ ഏർണസ്റ്റ് ബോർലോഗ്? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം. ഇവിടെയും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നു, നേരത്തെ നമ്മൾ MS സ്വാമിനാഥനെ പഠിച്ചപ്പോഴും പറയുന്നു. ഇവിടുത്തെ ഡിഫറൻസ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നോർമൻ ഏർണസ്റ്റ് ബോർലോഗ് ആണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ MS സ്വാമിനാഥനാണ് എന്ന് ഓർക്കുക. അപ്പൊ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? നോർമൻ ഏർണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു. ഇദ്ദേഹം ജനിച്ചത് എന്താണ്? 1914 മാർച്ച് 25. കൃത്യമായിട്ട് ഇവിടെ ഓർക്കുക. നമ്മുടെ SCERT-ൽ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ PSC ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഈ വർഷങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. 1914 മാർച്ച് 25 അമേരിക്കയിലാണ് നോർമൻ ഏർണസ്റ്റ് ബോർലോഗ് ജനിച്ചത്. ഇദ്ദേഹം എന്താണ് സമാധാനം എന്ന് വിശ്വസിച്ചത്, അല്ലെങ്കിൽ സമാധാനത്തെ അതിനു വേണ്ടിയിട്ടുള്ളൊരു ആദ്യ പടി, ചുവട് എന്ന് വിശ്വസിച്ചത് നമ്മുടെ എന്താണ്? പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ്. ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് നോർമൻ ഇ ബോർലോഗ്. ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം അല്ലേ അദ്ദേഹം ഹരിത വിപ്ലവത്തിന്റെ പിതാവായി മാറുന്നത്. 1970 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. 1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിക്കുന്നത്? നമ്മുടെ നോർമൻ ഇ ബോർലോഗിന് ലഭിക്കുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ചു ഇദ്ദേഹം. 1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, ഏത് കാറ്റഗറിയിലാണ്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത് പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് നോർമൻ ഇ ബോർലോഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കിയാലോ, എന്താണ് ദാരിദ്ര്യം എന്നാണ് അടുത്ത നോക്കുന്നത് കേട്ടോ. ആ ചങ്ങാതിയെ അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം തന്നെ നടത്തി. കട്ടിലിനിടയിൽ കുനിഞ്ഞിരുന്ന് ഒരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ. അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസിൽ ചെയ്തുകൂടെ? ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്, പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവന്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. അവലംബം: ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ. നമ്മുടെ ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന പുസ്തകത്തിൽ നിന്നുള്ളൊരു അവലംബമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഒരു പോർഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഒരു ചങ്ങാതിയെ അന്വേഷിച്ച് 2 കൂട്ടുകാർ വീട്ടിലെത്തുകയാണ്. അവനെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവർ അന്വേഷിച്ചപ്പോഴത്തേക്കും കട്ടിലിനടിയിൽ
കുനിങ്ങിരുന്ന ഒരു സ്ലേറ്റിൽ എന്ത് ചെയ്യുകയാണ്, കണക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ വിദ്വാൻ. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുവാണ്, എന്തിനാണ് നീ സ്ലേറ്റിൽ എഴുതുന്നത്, നിനക്കൊരു കടലാസിൽ ചെയ്തുകൂടെ? അപ്പൊ ആ കുട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്, പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവന്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. എന്തിനാണ് ഈ ഒരു പോർഷൻ ഇവിടെ തന്നിരിക്കുന്നത്? ദാരിദ്ര്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലേ? ആരായിരിക്കും ആ ഒരു കുട്ടി? ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന പുസ്തകത്തിലാണ് നമ്മുടെ ചേപ്പാട് ഭാസ്കരൻ നായർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആരെക്കുറിച്ചായിരിക്കും? അപ്പൊ ആരായിരിക്കും ആ ഒരു കുട്ടി എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കണക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ശ്രീനിവാസ രാമാനുജനെ കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ തന്നിരിക്കുന്നത്. ആ കുട്ടി ആരായിരുന്നു? കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. ഓക്കെ, അപ്പൊ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു അനുഭവമാണ് അവിടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന പുസ്തകത്തിൽ. ആരുടെ? ചേപ്പാട് ഭാസ്കരൻ നായരുടെ പുസ്തകമാണ്. ചേപ്പാട് ഭാസ്കരൻ നായർ, നമുക്കറിയാം പുസ്തകങ്ങളും അവ എഴുതിയ കർത്താക്കളെയൊക്കെ ചോദിക്കുന്നതാണ്. ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചേപ്പാട് ഭാസ്കരൻ നായരാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ ആരെ പറ്റിയാ പറഞ്ഞത്? നമ്മുടെ ആ കുട്ടി എന്ന് പറയുന്നത് ശ്രീനിവാസ രാമാനുജനാണ്. കണക്കിലെ മാന്ത്രികൻ, കണക്കിലെ മാന്ത്രികൻ ഓർക്കുക, കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഒരാളുടെ വരുമാനത്തിന്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം കണക്കാക്കുന്നത്. എങ്ങനെയാണ്? ഒരാളുടെ വരുമാനത്തിന്റെയും അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിന്റെയും എനർജിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത്. ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ വരുമാനം, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്ത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാവാം എന്ന് നോക്കാം. ഒന്നെന്താണ്? തൊഴിലില്ലായ്മ അല്ലേ? തൊഴിലില്ലാത്തത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെ കടബാധ്യത, പൊതു കാരണങ്ങളാണ് ഇവയൊക്കെ. വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം, അവസര സമത്വം എന്നിവയെല്ലാം ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു പൊതു കാരണങ്ങളാണ്. പിന്നെ എന്തൊക്കെയാവാം? സമ്പത്തിന്റെ അസന്തുലിതമായ വിതരണം, ഒരു ഇക്വാലിറ്റി ഇല്ല അല്ലെ നമ്മുടെ സമ്പദ് വിതരണത്തിൽ, അതൊരു കാരണമാണ്. മൂലധനത്തിന്റെ അഭാവം, ക്യാപിറ്റലിന്റെ അഭാവം, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്നിവയൊക്കെ എന്തിന് കാരണമാണ്? ദാരിദ്ര്യത്തിന്റെ പൊതു അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലോട്ട് നയിക്കുന്ന കാരണങ്ങളാണ് ഇവയൊക്കെ. അപ്പൊ ബഹുമുഖ ദാരിദ്ര്യ രേഖ സൂചിക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംസ്ഥാനം, രാജ്യത്ത് ഉള്ള ഒരു സംസ്ഥാനം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യം ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലാണോ താഴെയാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്? അതിനാണ് പോവർട്ടി ഇൻഡെക്സ് ഉള്ളത്, സൂചിക ഉള്ളത്, ദാരിദ്ര്യ സൂചിക ഉള്ളത് അല്ലേ? നോക്കിക്കേ, ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക, MPI, മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഈ ഒരു മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചികകളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, എന്തൊക്കെയാണ് ഇവർ നോക്കുന്നത്? ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ഈ ഒരു മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്? ഇവർ കണക്കാക്കുന്നത്. ഇത് ആരൊക്കെ ചേർന്നാണ് ഈ ഒരു മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ, ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റും UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റും അതുപോലെ തന്നെ എന്താണ് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഇനിഷ്യേറ്റീവ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും സംയുക്തമായിട്ട് ചേർന്ന് തയ്യാറാക്കിയ ഒരു ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായിട്ട് 12 സൂചകങ്ങളെ വില
എടുത്താണ് എന്ത് ചെയ്യുന്നത് ഇവര് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രം അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അതായത് ദാരിദ്ര്യ സൂചിക അനുസരിച്ച് വരുമാനം മാത്രമാണോ അവർ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സൂചകമായിട്ട് എടുക്കുന്നത്? അല്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയാണ് ഇവിടെ സൂചകങ്ങളായി എടുക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കുന്നത്. നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 2015-16, 2019-21 വർഷങ്ങളിലെ ദാരിദ്ര്യ നില ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് ഞാനിപ്പോൾ കാണിക്കാം. നീതി ആയോഗ് അംഗീകരിച്ചിട്ടുള്ളൊരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങൾ യൂണിയൻ ടെറിട്ടറീസിന്റെയും ഏത് വർഷത്തെയാണ് 2015-16, 2019-21 വർഷങ്ങളിലെ ദാരിദ്ര്യ നിലയുടെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ഇമേജ് ആണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് SCERT ബുക്സ് കയ്യിൽ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഗ്രാഫ് അനുസരിച്ച് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിന്റെ സ്ഥാനം, അതായത് നമ്മുടെ കേരളം വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ് കേരളം വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ കേരളം. ഈ ഒരു ബഹുമുഖ സൂചിക അനുസരിച്ചിട്ട് ദാരിദ്ര്യ രേഖയിൽ ഏറ്റവും ആദ്യം വരുന്നത് ബീഹാറാണ്, പിന്നെ ജാർഖണ്ഡ് വരുന്നുണ്ട്, മേഘാലയ, ഉത്തർപ്രദേശ് എന്നിങ്ങനെയാണ് വരുന്നത്. അതിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. അപ്പൊ ഈ ഒരു ഗ്രാഫ് പ്രകാരം നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 28 ആണ്. എത്രയാണ്? 28ലാണ് ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം. ഇത് പറഞ്ഞു 2015-16ന്റെയും അതുപോലെ 19-21 കണക്ക് പ്രകാരമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം 2015-2016 അപേക്ഷിച്ച് 2019-2021 എത്രത്തോളം കുറഞ്ഞു എന്ന് കണ്ടെത്തൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.15% കുറവാണ് ഈ ഒരു വർഷം 2015-2016നെയും 2019-2021 അപേക്ഷിച്ച് വന്നിട്ടുള്ള ഒരു കുറവെന്ന് പറയുന്നത് 0.15% ആണ്. ആ ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന ആൻസേഴ്സ് ആണ് ഇതൊക്കെ. അടുത്തത് ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു അല്ലേ, അത് കാണിച്ചപ്പോൾ തന്നെ ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ എന്നിങ്ങനെയാണ് ആ ഒരു ഓർഡർ വന്നത്. അപ്പോൾ ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ. ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ കേരളത്തിന് തൊട്ടു മുകളിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഏവ? കേരളത്തിന് തൊട്ടു മുകളിലായിട്ടുള്ള 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 28ാം സ്ഥാനത്താണ് കേരളം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുകളിലായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഗോവ, അതുപോലെ തമിഴ്നാട്, സിക്കിം എന്നിവയാണ് ഇതിന് മുകളിലുള്ള 3 സംസ്ഥാനങ്ങൾ. നമ്മുടെ കേരളത്തിന് മുകളിലുള്ള 3 സംസ്ഥാനങ്ങൾ ഏതിന്റെ സൂചികയിലാണ്? ദാരിദ്ര്യ സൂചികയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് നോക്കാം. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടി തന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ കണ്ടു അല്ലെ, ദാരിദ്ര്യത്തിൽ നമ്മൾ കേരളം വലിയ പ്രശ്നമില്ലാതെ 28ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ ദാരിദ്ര്യം രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിവിധ തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതികളെ നമുക്ക് ആദ്യം 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ, സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ, അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ,
നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിങ്ങനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ പഠിച്ചു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്നല്ലേ. നോക്കിക്കേ, നമ്മുടെ SCERT പാഠഭാഗത്തിൽ തന്നിട്ടുള്ളതാണ്. ആദ്യത്തെ കോളത്തിൽ പദ്ധതി വിഭാഗം ഏത് വിഭാഗത്തിൽ പെടുന്ന പദ്ധതിയാണെന്നും, പിന്നെ തന്നിരിക്കുന്നത് പദ്ധതിയുടെ പേരെന്താണെന്നും, ആ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും 3 കോളമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളാണ് ആദ്യം തന്നിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ജീവനം പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നിവയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ കേരള സർക്കാർ പദ്ധതികളും വരുന്നുണ്ട്. നോക്കിക്കേ, ആദ്യം പദ്ധതിയുടെ പേരായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ഈ പദ്ധതികൾ എന്തിനു വേണ്ടിയിട്ടാണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഇത്. എന്തൊക്കെയാണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾ ഉള്ള അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലവസരവും വരുമാനവും ലഭിക്കുന്നു. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്കാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നോക്കിക്കേ, ജീവനം പദ്ധതി എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജീവനം പദ്ധതി. ഇവിടുത്തെ ഉപഭോക്താവ് എന്ന് പറയുന്നത് ആരാണ്? കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക്, അതായത് കുറ്റം ചെയ്ത് അവരെന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ കുടുംബം അനാഥമായി പോകരുത്, അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള, അവരുടെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള, ആ കുറ്റവാളിയുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് നോക്കിക്കോ, ഇതിൽ നിന്ന് 1-2 മാർക്കിന് വരുന്ന പരീക്ഷയിൽ കാണുമെന്നുള്ളത് ഉറപ്പാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക്, ഇവിടുത്തെ ഉപഭോക്താവ് എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെട്ടു പോകുന്നവരുടെ ആശ്രിതരാണ് ഇവിടുത്തെ ഉപഭോക്താവ്. അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ജീവനം പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കിക്കേ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇവിടെ എന്താ പറയുന്നത്? നഗരപ്രദേശങ്ങളിലാണ് ഈ ഒരു പദ്ധതി. റൂറൽ ഏരിയസ് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലല്ല, നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിലാളികൾ, അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് സന്നദ്ധയായിട്ടുള്ള കുടുംബത്തിലെ പ്രായപൂർത്തിയായിട്ടുള്ള അംഗങ്ങൾക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇതെല്ലാം ഏതിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്? സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ, ഡെയിലി വേജസ് ആയിട്ടൊക്കെ കൊടുക്കത്തില്ലേ, അങ്ങനെ വരുന്ന പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ഈ പറഞ്ഞവയെല്ലാം. അടുത്ത നോക്കിക്കേ, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. ഭക്ഷ്യസുരക്ഷാ പദ്ധതികളിൽ വരുന്ന എന്തൊക്കെയാണ്? പൊതുവിതരണ സംവിധാനം, അതായത് നമുക്കറിയാം അല്ലേ, നമ്മുടെ റേഷൻ കടയൊക്കെ പറയുന്നത് പൊതുവിതരണ സംവിധാനത്തിന് ഉദാഹരണമാണ്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി, അതുപോലെ സുഭിക്ഷ കേരളം പദ്ധതി, സുഭിക്ഷ കേരളം പദ്ധതി, ഇവയൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളാണ്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ സുരക്ഷ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ് പൊതുവിതരണ സംവിധാനം, അതുപോലെ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, സുഭിക്ഷ കേരളം പദ്ധതി. നോക്കിക്കേ, പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അതെന്താണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് PM പോഷൻ. ഈ ഇടയ്ക്കാണ് ഈ ഒരു പേരിലോട്ട് വന്നത്. എന്താണ് ഉച്ചഭക്ഷണ പദ്ധതി? ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് PM പോഷൻ പദ്ധതിയാണ്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ 1 മുതൽ 8 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് PM പോഷൻ. മറന്നു പോകരുത്, PM പോഷൻ ഉച്ചഭക്ഷണ പദ്ധതി 1 മുതൽ 8ാം ക്ലാസ് വരെ.
സുഭിക്ഷ കേരളം പദ്ധതി എന്താണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ ആരെ എത്തിക്കുന്നതിനാണ്? നമ്മുടെ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ. അടുത്ത് നോക്കിക്കേ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്തൊക്കെയാണ്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവയൊക്കെ. ഇത് ഈ ഒരു സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാർ നടത്തുന്നതാണ്. ഇതൊക്കെ എന്താ? പൊതുവിതരണ സംവിധാനം പ്രധാനമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, ഈ രണ്ട് പദ്ധതികളും എന്തിനാണ്? നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും പരിരക്ഷയും നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. ഇവിടെ നിരാലംബരായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന് പറയുന്നത്. നിരാലംബരായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ, ഇൻഷുറൻസ്, പരിരക്ഷ എന്നിവ നൽകുന്ന പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും. ഇനി എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക, അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് ഓർക്കുക. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നിരാമയ മറക്കരുത്. അംഗപരിമിതർ, PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കിക്കേ, ഇവ കൂടാതെ കേരളം മറ്റു ചില പദ്ധതികൾ കൂടി ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നു. എന്തൊക്കെയാണ് ആ പദ്ധതികൾ എന്ന് പറയുന്നത്? സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. സ്നേഹസാന്ത്വനം, വയോമിത്രം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവയെല്ലാം ഇതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന പദ്ധതികളാണ്. ഇനി എങ്ങനെയാണ് കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തമ്മിലുള്ള ഒരു കാര്യമെന്ന് നമുക്ക് നോക്കാം. കുടുംബശ്രീ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ പങ്കാളിയാകുന്നത്? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പൊ കുടുംബശ്രീ എന്താണ് തുടങ്ങിയത്? 1998 മെയ് 17. എന്തായിരുന്നു ലക്ഷ്യം? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്? കുടുംബശ്രീ വിവിധ തരത്തിലുള്ള പദ്ധതികൾ, അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് അല്ലേ? നമ്മളെല്ലാം ദിവസവും ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ് കുടുംബശ്രീയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാർത്തകൾ. അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് ഷീ സ്റ്റാർട്ട്സ്. എന്താണ് ഷീ സ്റ്റാർട്ട്സ്? അതുപോലെ ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. എവിടേക്കാണ് തൊഴിലെടുക്കുന്നത്? ഷീ സ്റ്റാർട്ട്സ്, അതുപോലെ ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസിലും കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവിടങ്ങളിലൊക്കെ കുടുംബശ്രീയിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലെടുക്കുന്നുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ കുടുംബശ്രീ മാതൃക നമ്മുടെ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തുന്നുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ് എന്ന് തന്നിട്ടുണ്ട് CRT-യിൽ. ഭക്ഷ്യസുരക്ഷ,
ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും അതുപോലെ പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യ സുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെ? എന്താണ് ഭക്ഷ്യ സുരക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിൽ എല്ലാവർക്കും എപ്പോഴും ആവശ്യമായിട്ടുള്ള അവരവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുക, അവ നേടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ അവ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉറപ്പാക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കവിടെ ഭക്ഷ്യസുരക്ഷ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനം, അല്ലെ? നമ്മുടെ കൃഷിയൊക്കെ നശിച്ചു പോയി കാലാവസ്ഥാ വ്യതിയാനം മൂലം എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്. അതുപോലെ തന്നെ വരുമാനക്കുറവ്, ലഭ്യത കുറവ്, വ്യവസായവൽക്കരണം, വില വർധനവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ എന്നിവയൊക്കെ എന്തിനുദാഹരണമാണ്? ഭക്ഷ്യസുരക്ഷ നേടാനായിട്ട് കഴിയാത്തതിന് ഉദാഹരണമാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്താണ് വിശപ്പ് രഹിത കേരളത്തിന്റെ പ്രധാന ലക്ഷ്യം? പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന ഇതാണ്. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി നടന്നു വരുന്നത്. ആരുടെയൊക്കെ സഹായത്തോടെയാണ്? കുടുംബശ്രീയുടെയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളുടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം, അല്ലേ? അപ്പൊ നമ്മൾ കണ്ടു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് കണ്ടു. പക്ഷേങ്കിൽ പോലും നമുക്ക് കഴിയുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താം, അതിനുവേണ്ടി എങ്ങനെ പരിശ്രമിക്കാം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി. നമ്മുടെ കേരള സർക്കാർ ആരുടെയൊക്കെ സഹായത്തോടെ? കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷക സമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. വളരെ ശരിയാണല്ലേ? എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെയാണ് ബാധിക്കുന്നതെങ്കിൽ പോലും ഭൂകമ്പം അല്ലെങ്കിൽ അതുപോലെ വരുന്ന വലിയ രീതിയിലുള്ള മഹാമാരികൾ, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി പോലുള്ള മഹാമാരികൾ നമ്മുടെ ആ ഒരു സംസ്ഥാനത്തെ മാത്രമല്ല നമ്മളെ ആശ്രയിച്ചു നിൽക്കുന്ന ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കും എന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കിക്കേ, പരമ്പരാഗത കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തി വരുന്ന കൃഷിരീതികൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്കിവിടെ നോക്കാം. അതായത് നമ്മൾ ഉപജീവന കൃഷിയൊക്കെ പഠിച്ചു, ഇപ്പം പറഞ്ഞു അവിടെയെല്ലാം പരമ്പരാഗത കൃഷിരീതികളാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തി വരുന്ന കൃഷിരീതികൾ ഏതൊക്കെയാണ്? ഹൈഡ്രോപോണിക്സ് ഒരു നൂതന കൃഷിരീതിയാണ്. അക്വാപോണിക്സ് എന്ന് പറയുന്നതും ഒരു നൂതന കൃഷിരീതിയാണ്. കൃത്യത കൃഷി, അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് ഈ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. വെർട്ടിക്കൽ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് എന്ത് തരം കൃഷിക്കുള്ളതാണ്? നമ്മുടെ പരമ്പരാഗത കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന കൃഷിരീതികളാണ് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നമ്മുടെ PSCയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച്, അല്ലേ? അപ്പം നമ്മുടെ SCERTയിൽ ഈ ഒരു പോർഷൻ കൂടി ലാസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇതും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. പദ്ധതി എന്നാണ് നിലവിൽ വന്നത്? ഏത് വർഷമാണ് ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്? 2005 ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഗ്യാരണ്ടി എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ദരിദ്രരുടെ ഉപജീവനത്തിലുള്ള അടിത്തറ ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമമായ ആസ്തികളുടെ
സൃഷ്ടി വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ആദ്യ 2 ജില്ലകളാണ് വയനാടും പാലക്കാടും. ഉറപ്പ് നൽകുന്ന തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. 100 ദിവസമാണ് ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് 100 ദിവസമാണ്. PSC ചോദ്യമാണ്, സ്കിപ്പാക്കരുത്. ഇപ്പോഴത്തെ ദിവസവേതനം എത്രയാണ്? 369 ആണ്. ഈ ഇടയ്ക്കാണ് 23 രൂപ കൂടിയത് അല്ലേ? 23 രൂപ കൂടി ഇപ്പോൾ 369 രൂപയാണ് നിലവിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ദിവസവേതനം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഇപ്പോഴത്തെ കേരളത്തിലെ ദിവസവേതനം എന്ന് പറയുന്നത് 369 ആണ്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികളാണ്. പ്രകൃതി വിഭവങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പൊതുപ്രവർത്തികളാണ് ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്തൊക്കെയാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്നുള്ള ഒരു പാഠഭാഗത്തിൽ പഠിച്ചത്. വിവിധ തരം കൃഷിരീതികളെ കുറിച്ച് പഠിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൊണ്ടുവന്ന വളരെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഡോക്ടർ M.S. സ്വാമിനാഥനെ കുറിച്ച് പഠിച്ചു. നോർമൻ ബോർലോഗിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ വിവിധ തരം ദാരിദ്ര്യം എന്താണ്, ദാരിദ്ര്യരേഖ എന്താണ്, അതുപോലെ ഈ ഒരു ദാരിദ്ര്യരേഖയെ മറികടക്കാൻ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയും സ്വയം തൊഴിലൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് എന്നെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ ശരിയായത് ഏതാണ്? ജീവനം പദ്ധതി നഗരപ്രദേശങ്ങളിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലെങ്കിൽ ശരിയായ ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ജീവനം പദ്ധതി നഗരപ്രദേശങ്ങളിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നു. രണ്ടാമത്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഗ്രാമപ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ. ഓപ്ഷൻ സി ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. ഡിയില് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന APL കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജീവനം പദ്ധതി നഗരപ്രദേശങ്ങളിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നോ ജീവനം പദ്ധതി? അല്ല, നമ്മൾ പഠിച്ചതാണ് അല്ലെ. കുറ്റം ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവനത്തിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് ജീവനം പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന നഗരപ്രദേശങ്ങളാണ്, ഗ്രാമപ്രദേശം അല്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലോ താഴ്ന്ന വരുമാനമുള്ള കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരം വരുമാനവും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി. അപ്പൊ ഇത് ശരിയാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണെങ്കിലോ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന APL അല്ല, അതും തെറ്റാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: സുഭിക്ഷ കേരളം പദ്ധതിയെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സുഭിക്ഷ കേരളമാണ്. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഈ പദ്ധതി ഹരിത കേരളം മിഷൻ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അപ്പൊ എന്താണ്? ശരിയായവയാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അത് ശരിയാണ്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്, അതും ശരിയാണ് അല്ലെ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ഹരിത കേരളം മിഷൻ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നതാണ്. ഈ ഒരു പദ്ധതി ഹരിത കേരള മിഷന്റെയും കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത്, അതും ശരിയാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. നമ്മുടെ സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ശരിയായവ 1, 2, 3 എന്നിവ മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ: നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഏതൊക്കെയാണ്? സുഭിക്ഷ കേരളം പദ്ധതി, പ്രധാനമന്ത്രി പോഷൻ, ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, അതുപോലെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് തന്നിട്ടുണ്ട്. ഇതിലേതാണ് നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും പരിരക്ഷയും നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ദേശീയ സാമൂഹ്യ സുരക്ഷാ സഹായ പദ്ധതിയാണ്. ഇതാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് നൽകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ഉറപ്പാക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. നമ്മൾ പഠിച്ചതാണല്ലേ. അംഗപരിമിതർക്ക് സംസ്ഥാനത്തുള്ളത് ഏതാണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് അംഗപരിമിതർക്ക്, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പരിരക്ഷ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത്, ലോകമെമ്പാടുമുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ലോകമെമ്പാടുമുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, വർഗീസ് കുര്യൻ, നോർമൻ ഇ ബോർലോഗ്, സി സുബ്രഹ്മണ്യം. ആരാണ്? അതെ, നോർമൻ ഇ ബോർലോഗ് ആണ്. ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ, ലോകമെമ്പാടുമുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. നോർമൻ ഇ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ് നോർമൻ ഇ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? 1968, 1970, 1974, 1980. ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരണം. പറഞ്ഞോളൂ, ഏത് വർഷമാണ്? 1970 അല്ലേ? 1970 നോർമൻ ഇ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഹരിത വിപ്ലവം, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവരുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായവ ഏതൊക്കെയാണ്? തെറ്റായവയാണ് കണ്ടെത്തേണ്ടത്. നോർമൻ ഇ ബോർലോഗ് 1900 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ചു. ശരിയാണല്ലേ? അടുത്ത് നോക്കിക്കേ. ഹരിത വിപ്ലവ പരിഷ്കരണത്തിന് ശേഷം രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം വന്നു. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഹരിത വിപ്ലവ പരിഷ്കരണം വന്നതിന് ശേഷം ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം കുറഞ്ഞ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലോട്ട് നമ്മളെ നയിച്ചതാണ് ഹരിത വിപ്ലവം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 എന്താണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥന് പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചു. ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥന് ലഭിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് നോർമൻ ഇ ബോർലോഗ് വിശ്വസിച്ചു. അതെ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അല്ലേ? 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28, 2023 ഓഗസ്റ്റ് 7, 2022 സെപ്റ്റംബർ 28, 2023 സെപ്റ്റംബർ 25. ഏത് വർഷമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലെ SCERT സീരീസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു പാഠഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരത്തില്ല. അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടുന്നതിനും ഈ ക്ലാസ്സസ് കാണുന്നതിനും ഒന്നുപോലും മിസ്സാവാതെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നതാണ്. അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അതെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും പുതിയ കണ്ടന്റ്സ് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു സീരീസ് നമ്മുടെ ചാനലും നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.